ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിമാസ് റെസിപ്പി. ഇന്ന് നമുക്കൊരു വ്യത്യസ്തമായ ബജിയുടെ റെസിപ്പി നോക്കിയാലോ? കോവയ്ക്ക ബജി. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് അധികം മൂക്കാത്ത കോവയ്ക്കയാണ് വേണ്ടത്. ഓരോ കോവയ്ക്കയും കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഒരു കോവയ്ക്കയിൽ നിന്ന് ഏകദേശം 5 മുതൽ 6 പീസ് വരെ അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിനായിട്ട് 1 കപ്പ് കടലമാവും, 1/4 കപ്പ് അരിപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ ഉപ്പും, അല്പം മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ പൊടികളൊക്കെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. അങ്ങനെ നമ്മുടെ ബജിക്ക് ആവശ്യമുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്ററിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കോവയ്ക്ക ഒന്നൊന്നായിട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കോവയ്ക്ക ഒടിയാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒരു പാനിലോട്ട് ഒഴിക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായോ എന്നറിയുന്നതിന് വേണ്ടി ഞാനിവിടെ 1 ഡ്രോപ്പ് മാവ് ഈ എണ്ണയിലോട്ട് ഇടുകയാണ്. എണ്ണ ഇപ്പോൾ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത കോവയ്ക്ക ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം. ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 വശവും നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. വറുത്ത് കോരുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ വറുത്ത് കോരിയാൽ എണ്ണ അധികം കുടിക്കില്ല. ഇനി ഞാൻ ഈ ബജി കോരി മാറ്റുകയാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോവയ്ക്ക ബജി റെഡിയായി. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ടീ ടൈം സ്നാക്കാണ്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.